ശ്രീ സംഷാദ് മരിക്കാർ, കോൺഗ്രസിൽ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ തുടരെ ആത്മഹത്യകളും ആത്മഹത്യാ ശ്രമങ്ങളും കള്ളക്കേസും ഒക്കെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ മനുഷ്യൻ എങ്ങനെ വിശ്വസിച്ച് തുടരും, രാഷ്ട്രീയ പ്രവർത്തനം നടത്തും? ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് മുമ്പ് ചർച്ചയിൽ പങ്കെടുത്ത അദ്ദേഹം, ഞാൻ ആളെ കണ്ടില്ല, കുറച്ച് വൈകി വന്നതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം ജോസ് നെല്ലിയിടത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇപ്പോൾ മാധു ചോദിച്ചതുപോലെ തുടരെ ആത്മഹത്യകൾ എന്നുള്ളതൊക്കെ തന്നെയാണ്. ജോസ് നെല്ലിയിടത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ ഉത്തരം അദ്ദേഹം മരണപ്പെടുന്നതിന് തൊട്ട് 2 ദിവസം മുമ്പ് ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനെ കണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ജോസേട്ടൻ തന്നെ കൃത്യമായി പറഞ്ഞിട്ടാണ് അദ്ദേഹം മരണത്തിലേക്ക് പോയത്. അതിലെവിടെയെങ്കിലും അദ്ദേഹം പറഞ്ഞത് എന്താണ്? അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനൊരു വിവരം കിട്ടുന്നു. ആ വിവരം തങ്കച്ചൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ മദ്യവും സ്ഫോടക വസ്തുക്കളും സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ്. അത് അദ്ദേഹത്തിന് ആര് കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആ വിവരം പോലീസിൽ അറിയിക്കുന്നു. പോലീസ് വരുന്നു, ഈ വീട്ടിലെ കാർ പോർച്ചിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറിൻ്റെ അടിയിൽ നിന്ന് ഈ വസ്തുക്കൾ കണ്ടെടുക്കുന്നു. തങ്കച്ചനെ റിമാൻഡ് ചെയ്യുന്നു. 17 ദിവസം അദ്ദേഹം റിമാൻഡിൽ പോകുന്നു. ആ സംഭവത്തിൽ ജോസേട്ടൻ തന്നെ പറയുന്ന വേർഷനുണ്ട്, ഞാൻ പറഞ്ഞത് തെറ്റായി പോയി. കാരണം എനിക്ക് കിട്ടിയ വിവരം ശരിയാണോ തെറ്റാണോ എന്നറിയാതെ ഞാനത് പോലീസിന് നൽകി. പോലീസ് അത് കൃത്യമായി പ്രാഥമികമായി പരിശോധന ഒന്നും നടത്താതെ തങ്കച്ചനെ ജയിലിൽ കൊണ്ടുപോയി. അത് അദ്ദേഹത്തിന് മാനസികമായി പ്രയാസം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇതിലൊരു വിവരം ഒരാൾ കൈമാറിയാൽ ഒരു പ്രാഥമിക തരത്തിലും അന്വേഷണം നടത്താതെ കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ FIR ഇട്ട് ആളുകളെ ജയിലിൽ അയക്കുന്ന പണിയാണ് ഇപ്പോൾ കേരള പോലീസിനുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് മുള്ളൻകൊല്ലിയിൽ ഉണ്ടായത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് സൈബർ കൂട്ടങ്ങളെക്കുറിച്ചും അദ്ദേഹം ഉണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ചുമാണ്. ഞാൻ അതില്ല എന്നൊന്നും പറയുന്നില്ല. സൈബർ കൂട്ടങ്ങൾ എവിടെയാണ്? ഈ ജോസേട്ടൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും ഉണ്ടായ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉള്ള എല്ലാവരെയും നിയമത്തിന് മുമ്പ് കൊണ്ടുവരാലോ. കേരളത്തിൻ്റെ പോലീസിന് സൈബർ വിങ് ഉണ്ട്, എല്ലാം പരിശോധനകൾ നിങ്ങൾക്ക് നടത്താം. പക്ഷെ ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണം. ഈ സൈബർ ആക്രമണം എന്ന് പറയുമ്പോൾ CPM നടത്തിയൊരു ആക്രമണം ഉണ്ട് അവിടെ. പെരിക്കല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ ജോസ് നെല്ലിയിടം ജനിച്ചു വളർന്ന് അദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്ന പ്രദേശത്ത് ബഹുജന പ്രക്ഷോഭം നടത്തി മൈക്ക് കെട്ടി അദ്ദേഹത്തെ ഏറ്റവും മോശമായ രീതിയിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് അവിടെ ഒരു വലിയ പൊതുയോഗം നടത്തിയത് CPM ജില്ലാ സെക്രട്ടറി നേരിട്ടാണ്. അതെന്താണ്? അതും ആക്രമണമല്ലേ? ഒരു മനുഷ്യനെ, അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രവർത്തിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഷോപ്പ് പ്രവർത്തിക്കുന്ന ഒരു പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ ഓൺ ടൗണിൽ ഒരു വലിയ പൊതുയോഗം വെച്ച് ഈ ഒരു ഗൂഢാലോചനയിൽ പങ്കുള്ള ഈ പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പേരെടുത്ത് തങ്കച്ചൻ 17 ദിവസം ജയിലിൽ അന്യായമായി കിടക്കേണ്ടി വന്ന സാഹചര്യം, അദ്ദേഹം പറഞ്ഞ പേരെടുത്തു പറഞ്ഞ 6 പേരിൽ ഒരാൾ തന്നെയാണ് ഈ ജോസ് നല്ലേടം എന്ന് പറയുന്ന ആളും. അപ്പോൾ സ്വാഭാവികമായും ഇത് നിയമമാണ്. ഇനി ഇതിൽ ഏതു ഭാഗത്താണ് കൃത്യമായ ശരിയുള്ളത് തെറ്റുള്ളത് എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത്. അതിലൊരു തർക്കം എന്നുള്ളതല്ല. പക്ഷെ നോക്കൂ, ഈ രണ്ടിടത്തും ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് നോക്കൂ, നിങ്ങളുടെ വാർഡ് പ്രസിഡന്റാണ് തങ്കച്ചൻ, അല്ലേ? നിങ്ങളുടെ നേതാവാണ് ജോസ് നല്ലേടം. അപ്പോൾ ഒരു കോൺഗ്രസ്, ഇവരെ എല്ലാവരും അടുത്ത്, ഇപ്പോൾ ഈ പറയുന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പരിചയവും പ്രവർത്തന ബന്ധവും ഒക്കെ ഉള്ളവരാണ്. സ്ഫോടക വസ്തുക്കളും അനധികൃത മദ്യവും ഒരു വീട്ടിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പോലീസിനെ അറിയിക്കേണ്ടത് ഒരു പൗരന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണ്. എവിടെ ശരി എവിടെ തെറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതിന്റെ 2 എൻഡിലും നിൽക്കുന്നത് കോൺഗ്രസ്സുകാരാണ് എന്നുള്ളതാണ്. ഇതിൽ ആരെ ചതിച്ചു എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ചതിക്കാനോ വെട്ടിക്കാനോ വെട്ടിത്തള്ളാനോ ഉള്ള ഒരേ ഒരു കണക്ഷൻ എന്താണ്? അത് കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് പ്രശ്നം. ഇതിപ്പോ ഈ പറയുന്ന തങ്കച്ചൻ അന്യായമായി 17 ദിവസം ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ജോസ് നല്ലേടം, അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ തുടർന്ന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അദ്ദേഹം ജീവൻ വെച്ചുപേക്ഷിച്ച് പോകുന്നു. അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനാ സംവിധാനം മനുഷ്യന് വെച്ച് പിഴയ്ക്കാൻ കഴിയാത്ത സംവിധാനമായി മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അല്ല, ഇതിനകത്ത് മാധു ചോദിച്ചതുപോലെ 2 തലയ്ക്കൽ 2 പേരുണ്ട്. 2 പേരും കോൺഗ്രസ് ആളുകളാണ്. അതിലൊന്നും തർക്കമില്ല. ഞാൻ ചോദിച്ചൊരു ചോദ്യം, ഈ ഒരു മാധു തന്നെ പറയുന്നു പൗരന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഒരു പൗരന്റെ ഉത്തരവാദിത്തത്തെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഒരു ജനപ്രതിനിധിയാണ് ജോസേട്ടൻ. അത് കാര്യങ്ങൾ ചെയ്തു. അതിനകത്ത് പോലീസിൻ്റെ അടുത്ത് ഒരു വീഴ്ച പറ്റിയതായി മാധുവിന് തോന്നുന്നു പോലുമില്ല. കാരണം ഒരു അന്വേഷണവും നടത്താതെ ഒരാളെ ജയിലിലാക്കി. അതിനുശേഷം പോലീസ് തന്നെ ആ തെറ്റ് തിരുത്തി. അതിനുശേഷം ജോസേട്ടനെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. അദ്ദേഹം അവിടെ പോയി മൊഴി കൊടുത്തു ഈ കേസിൽ. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ ജോസ് നെല്ലിയിടം എന്ന് പറയുന്ന മരണപ്പെട്ടു പോയ മുള്ളൻകൊല്ലിയിലെ ഗ്രാമപഞ്ചായത്ത് പ്രതി പോലും ആയിട്ടില്ല.
അപ്പം മൊഴി കൊടുത്തതിന് ശേഷമാണ് CPM-ന്റെ നേതൃത്വത്തിൽ നടന്ന സമരം, അല്ലാതെ മൊഴിയൊന്നും കൊടുക്കുന്നതിന് മുമ്പല്ല. അപ്പോൾ അത് ഇതിനോടൊപ്പം തന്നെ പോലീസിന് അങ്ങനെ അത്തരത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന്റെ പ്രതിനിധി ചർച്ചയിലുണ്ട്, അദ്ദേഹം അത് പറയട്ടെ. ഇപ്പോ രാത്രി ഒരാളുടെ വീട്ടിൽ സ്ഫോടക വസ്തുക്കൾ, അനധികൃത മദ്യം എന്നിവ ഉൾപ്പെടെ അയാളുടെ വീട്ടു പരിസരത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്താൽ സ്വാഭാവികമായും അയാൾ അറസ്റ്റിലാകും. അപ്പോൾ നാളെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അറസ്റ്റിലാവില്ലേ? കോൺഗ്രസ് ഭരിച്ചാലും അറസ്റ്റിലാകും. അതിനെ തുടർന്ന് ഈ പറയുന്ന സ്ഫോടക വസ്തു നിരോധന നിയമപ്രകാരമൊക്കെയാണ് എങ്കിൽ സ്വാഭാവികമായും റിമാൻഡ് ചെയ്യപ്പെടും. ഇതിൽ ഈ പറയുന്ന അങ്ങനെ ചെയ്തില്ല എങ്കിൽ എന്ത് പറയും? പോലീസ് അത് ചെയ്തില്ല എന്നുള്ള ആരോപണം സ്വാഭാവികമായും BJP ഉന്നയിക്കില്ലേ? പോലീസ് പ്രവർത്തിക്കേണ്ടത് രാഷ്ട്രീയമായിട്ടല്ല എന്ന് നിരന്തരം പറയുന്നവരാണല്ലോ നമ്മളെല്ലാവരും. പോലീസ് അല്ലല്ല, ഒരു കാര്യം, പോലീസ് ആര് ഉന്നയിക്കുന്നു എന്ന് നോക്കി പ്രവർത്തിക്കേണ്ട സംവിധാനം അല്ലല്ലോ. പോലീസിനൊരു വിവരം കിട്ടിയാൽ അതിലൊരു പ്രാഥമികമായ പരിശോധന നടത്താം. കാരണം ഇതിനകത്ത് രണ്ട് സാധനം, ഇതിലെ പ്രാഥമിക പരിശോധനയിൽ എന്തൊക്കെ ഉൾപ്പെടും? ആ വീട്ടുവളപ്പിൽ അവരുടെ വാഹനത്തിന്റെ പരിസരത്ത് നിന്നാണ് ഈ സംഭവം കണ്ടുപിടിക്കുന്നത്. വളരെ ലഘുവായി കാണാൻ കഴിയുന്ന സംഭവങ്ങളല്ല അവിടെ നിന്ന് കണ്ടെത്തുന്നത്. സ്വാഭാവികമായും അതിന്റെ ഓണർ മനസ്സിലാവില്ലേ? ഞാൻ മാധുവിനോട് ചോദിച്ചു, ഒരു ചോദ്യം മാധുവിനോട് ചോദിക്കുന്നു. ഒരാളൊരു സ്ഫോടക വസ്തു എന്ന് പറയുന്നതും മദ്യം എന്ന് പറയുന്നതും ഒളിപ്പിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലമായിരിക്കുമല്ലോ. വളരെ സേഫ് ആയിട്ടായിരിക്കും ഒളിപ്പിച്ചു വെക്കുക. അത് കാർ പോർച്ചിൽ നിർത്തിയിട്ട കാറിന്റെ അടിയിലായിരിക്കും. ഏതെങ്കിലും മനുഷ്യൻ വീട്ടിന്റെ മുറ്റത്താണോ ഒരു വസ്തു ഒളിപ്പിച്ചു വെക്കുക? ആണോ? അങ്ങനെ ആരെങ്കിലും വീടിന്റെ ഉള്ളിലോ കട്ടിലിന്റെ അടിയിലോ കാണാത്ത സ്ഥലത്തോ ഒക്കെ ആയിരുന്നെങ്കിൽ ഈ വാദം നിൽക്കും. ഒരാൾ കയറി വരുമ്പോൾ ആദ്യം കാണുന്ന കാർ പോർച്ചിൽ കൂട്ടിയിട്ടതുപോലെയാണോ സ്ഫോടക വസ്തുക്കളും മദ്യവും ഒരാൾ അനധികൃതമായി സൂക്ഷിക്കുക? ഇത് പോലീസുകാർക്ക് തീരെ ബോധ്യമില്ല ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ. ആദ്യമായിട്ടാണ് അതിനൊന്നും തർക്കിക്കാൻ ആളല്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ വാഹനത്തിൽ സ്ഫോടക വസ്തുക്കളും മദ്യവും അടക്കമുള്ളവ കടത്തുകയാണെങ്കിൽ അത് സഞ്ചരിക്കുന്ന വാഹനത്തിലാണോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇത് വീട്ടിലേക്ക് പോലീസ് വരുമെന്ന് വിചാരിച്ചിട്ടല്ലോ എന്നുള്ളതൊക്കെ. പക്ഷെ അത് ചോദിച്ചത് ശരി. പക്ഷെ ഒരൊറ്റ കാര്യം കൂടി, സഞ്ചരിക്കുന്ന വാഹനം ഓടിച്ചാണല്ലോ മനുഷ്യൻ വീട്ടിലേക്ക് എത്തുന്നത്. ഇനി ഒറ്റ കാര്യം കൂടി, അത് അങ്ങേക്ക് സംശയമായി തന്നെ ഉന്നയിക്കാം. ആ ചോദ്യം ഞാൻ എടുക്കുന്നു, അത് നമുക്ക് ചോദിക്കാം. അത് നമുക്ക് ചോദിക്കാം. ഈ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമോ? ഞാനിപ്പോ മൂന്ന് പ്രതികരണങ്ങൾ, നിങ്ങളുടെ മുൻ KPCC പ്രസിഡന്റ്, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് T സിദ്ദിഖ്, ഇവരുടെ 3 പേരുടെയും പ്രതികരണം കാണിച്ചില്ലേ? നിങ്ങൾ എന്ത് ഉത്തരവാദിത്വമാണ് ആ കുടുംബത്തോട് കാണിച്ചത്? അതുകൊണ്ടല്ലേ ഇന്നൊരു ആത്മഹത്യാശ്രമം കൂടി ഉണ്ടായത്. നോക്കൂ, ആത്മഹത്യാശ്രമം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ജീവൻ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നതാണ്. എന്തോ ഭാഗ്യം കൊണ്ട് ആ പെൺകുട്ടിയുടെയും അവരുടെ 3 മക്കളുടെയും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ആ പഴി കൂടി കോൺഗ്രസ് താങ്ങുമായിരുന്നോ? അല്ല മാധു, ആ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ആ കുടുംബത്തോടൊപ്പമാണ് എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും ആ കുടുംബത്തെ സഹായിക്കില്ല എന്നുള്ളൊരു നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരിക്കൽ പോലും ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളോട് മുഖം തിരിച്ച് നിന്നിട്ടില്ല. ഇതുവരെ കോൺഗ്രസ് പാർട്ടി ചെയ്ത കാര്യങ്ങൾ പറയേണ്ടി വന്നൊരു സാഹചര്യം കൽപ്പറ്റ MLA ശ്രീ T സിദ്ദീഖ് പത്രസമ്മേളനം നടത്തിയിട്ടാണ് 20 ലക്ഷം രൂപ അവർക്ക് കൈമാറിയ കാര്യവും അവർക്കുണ്ടായിരുന്ന ഒരു ഫിനാൻഷ്യൽ ബാധ്യത അവരുടെ സിവിൽ സ്കോർ പോലും പോകാതെ തീർത്തു കൊടുക്കണമെന്നുള്ള അവരുടെ ആവശ്യവും ഈ പാർട്ടി നിറവേറ്റിയ കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത്. അത് മാധ്യമങ്ങളോട് പറയാനുണ്ടായൊരു സാഹചര്യം എന്താണ്? ഇന്നലെ വളരെ പെട്ടെന്ന് അവരുടെ ഭാഗത്തു നിന്നൊരു പത്രസമ്മേളനം ഉണ്ടാവുന്നു. കോൺഗ്രസിന് ഇനി വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു പത്രസമ്മേളനം വരുന്നു. 3 കാര്യങ്ങളാണ് അവർ ഈ പാർട്ടിയോട് ആവശ്യപ്പെട്ടത്. അതിൽ 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, അവരുടെ ബിസിനസ് പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസത്തിലാണ്, ഒരു 20 ലക്ഷം രൂപയോളം സാമ്പത്തികമായി സഹായിക്കണമെന്ന് പറഞ്ഞ് ഈ പാർട്ടി സഹായിച്ചു. അതിനു മുമ്പ് മരണവുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾക്കൊക്കെ സഹായം നൽകി. അത് ഞാൻ പറയുന്നില്ല. അതിനുശേഷം അവർക്കുണ്ടായിരുന്ന ഈ ഫിനാൻഷ്യൽ ബാധ്യത ആദ്യത്തത് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു. അത് ക്ലിയർ ചെയ്തു. ഇതിൻ്റെ തർക്കമുണ്ടായത് എവിടെയാണ്? കഴിഞ്ഞ ദിവസം വിംസ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു ബില്ലിൻ്റെ കാര്യത്തിൽ അവർ വിളിച്ചപ്പോൾ റെസ്പോൺസിൻ്റെ കാര്യത്തിലാണ് അവർ ആദ്യം ഒരു തർക്കം പറഞ്ഞത്. ആ ബില്ല് എമൗണ്ട് എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയുടെ അടുത്തുള്ളൊരു എമൗണ്ടാണ്. അവർ ഈ പറയുന്ന ധാരണയിൽ അവർക്കിനി ചെയ്തു കൊടുക്കാൻ അവർ പാർട്ടിയോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, അർബൻ ബാങ്കിൽ അവരുടെ വീടും സ്ഥലവും പണയപ്പെടുത്തിയ ബാധ്യതയുണ്ട്. ആ ബാധ്യത തീർച്ചപ്പെടുത്തി അവരുടെ ആധാരം അല്ലെങ്കിൽ വീടിൻ്റെ പ്രമാണം അവർക്ക് തിരിച്ചു കൊടുക്കണമെന്നുള്ളതാണ് അവർ ഈ പാർട്ടിയോട് ആവശ്യപ്പെട്ട കാര്യം. ഈ സമയം വരെ ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഈ കാര്യം ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കപ്പാസിറ്റി കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല എന്നാണ് പുതിയ KPCC അധ്യക്ഷൻ പറഞ്ഞത്. കുറച്ചു മുമ്പ് പ്രേക്ഷകർ കൂടി കേൾക്കാൻ പാകത്തിൽ പറഞ്ഞത്. നിങ്ങളുടെ പാർട്ടിക്ക് എന്തോ ഉയർന്ന കപ്പാസിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നാണ് അന്ന് ഇതൊക്കെ സാധ്യമാണോ എന്ന് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. കരാറില്ല എന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞു, കരാറുണ്ട് എന്ന് T സിദ്ദിഖ് പറയുന്നു. ഇതിന്റെ യാഥാർത്ഥ്യമാണ് ഞാൻ ചോദിച്ചത്. അല്ല ഞാൻ പറയട്ടെ മാധു, ഈ ഞങ്ങൾക്ക്
കയ്യിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ പിരിച്ചു നൽകിയ പണം ഉള്ളത് കൊണ്ടാണല്ലോ ഇവർക്ക് 20 ലക്ഷം രൂപ കൊടുക്കാൻ കഴിഞ്ഞതും ഇവരുടെ ഒരു ഫിനാൻസ് കമ്പനിയിലുള്ള ഇവരുടെ 20 ലക്ഷത്തോളം സാമ്പത്തിക ബാധ്യത ക്ലിയർ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ 40 ലക്ഷത്തോളം രൂപ സ്പെൻഡ് ചെയ്തു എന്നുള്ളത് ഉറപ്പാണല്ലോ. അത് ഈ പാർട്ടി തന്നെയാണല്ലോ ചെയ്തത്. പിന്നെ ഇവരുടെ ഈ വീടിന്റെ കാര്യത്തിൽ ഞങ്ങൾ എപ്പോഴെങ്കിലും, ഇപ്പോൾ KPC പ്രസിഡന്റ് എപ്പോഴാണ് ഇന്ന് ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയത്? ഇത് ഇന്ന് വൈകുന്നേരമാണ് KPC പ്രസിഡന്റ് പറഞ്ഞത്. അവരുടെ ബാങ്കിൽ പണയം വെച്ചിരിക്കുന്ന ആധാരത്തിൽ ഡ്യൂ വന്നു, പലിശയും കൂട്ടുപലിശയും വന്നു. ഏതെങ്കിലും തരത്തിൽ അവർക്ക് ആ ബാങ്കിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളെ ബാങ്കിന്റെ ചെയർമാനോട് ചോദിക്കൂ. ഈ പാർട്ടി ഇടപെട്ട് അതിനെ ഒരു വൺ ടൈം സെറ്റിൽമെന്റിലേക്ക് പരമാവധി തുക കുറച്ചു കൊണ്ടുവന്ന് അതിന്റെ ഒരു ബാധ്യതയെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കോൺഗ്രസ് പാർട്ടി എന്താണ് മനസ്സിലാക്കുന്നത്? അങ്ങനെയാണ് എങ്കിൽ വിജയന്റെ മരുമകൾ പത്മജ എന്തിനാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്? അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടി തങ്ങളെ ചതിച്ചു എന്നതടക്കമുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ അവരെന്തിനാണ് ആത്മഹത്യാ ശ്രമം നടത്തിയത്? എന്താണ് കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കുന്നത്? മൂന്ന് കാര്യം അവർ ഈ പാർട്ടിയോട് ആവശ്യപ്പെട്ടു. മൂന്ന് കാര്യം അവർ ഈ പാർട്ടിയോട് ആവശ്യപ്പെട്ടു. 2 കാര്യവും അവർക്ക് ചെയ്തു കൊടുത്തു. ഒരു കാര്യമാണ് ചെയ്യാൻ പെൻഡിംഗ് ഉള്ളത്. അത് ചെയ്യില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 2.25 കോടിയോളം രൂപയുടെ ബാധ്യതയാണ് അവർക്കുണ്ടായിരുന്നത്. 20 ലക്ഷം രൂപ നിങ്ങൾ പണമായി നൽകി എന്ന് പറയുന്നു. വീടുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ നടത്തിയും അത് സെറ്റിൽ ചെയ്തു എന്ന് പറയുന്നു. ആ കുടുംബത്തിന് അത് പര്യാപ്തമല്ല എന്നാണ് അവർ പറയുന്നത്. നോക്കൂ, എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന്, തൊലിപ്പുറത്ത് ഒരു ചെറിയ പോറലേക്കുന്ന കാര്യത്തിന് മനുഷ്യനാരും ജീവൻ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറാകില്ല. നിങ്ങൾ ഇങ്ങനെ ഞങ്ങൾ 40 ലക്ഷം രൂപയുടെ ഇടപാട് തീർത്തേക്കാം എന്ന കരാറായിരുന്നില്ല കുടുംബവുമായിട്ട് നടത്തിയത് എന്നുള്ളതാണ് പ്രശ്നം. മാത്രമല്ല ഇതൊറ്റ ആ ഒരൊറ്റ കാര്യമോ ഈ ഒരൊറ്റ കാര്യമോ എന്നുള്ളതല്ല, തുടർച്ചയായി ഉണ്ടാകുന്ന ഈ സംഭവങ്ങളുടെ പേരിലാണ് സംഷാദ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇപ്പോഴും നിങ്ങളുടെ പ്രതികരണത്തിലുള്ള ഐക്യമില്ലായ്മയും വളരെ പ്രകടമാണല്ലോ. ആ 3 ബൈറ്റുകൾ മാത്രം കേട്ടാൽ അത് മനസ്സിലാകും. നിങ്ങളുടെ കപ്പാസിറ്റി ഭയങ്കരമായിരുന്നു എന്നല്ലേ അന്ന് നിങ്ങൾ ആ കുടുംബത്തെ ബോധ്യപ്പെടുത്തിയത്. എന്നിട്ട് ഇപ്പോൾ അത് എവിടെ പോയി എന്നുള്ളതാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്.